അങ്ങനെ കാത്തിരിപ്പിനോടുകൂടി നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തി. ഈ സിനിമയുടെ രാവിലെയുള്ള ആദ്യ ഷോ തന്നെ ഞാൻ കണ്ടു. ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഈ സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു മാസ സിനിമ, ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന സിനിമയാണ് ടർബോ. അപ്പോൾ ഇത്രയും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ ആ ഒരു സിനിമ ഒരു ചെറിയൊരു മാസ സിനിമയായിട്ട് അവതരിപ്പിച്ചാൽ അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഹെവി ഐറ്റമായിട്ട് ഹൈ വോൾട്ടേജ് ആക്ഷൻ രംഗങ്ങളോട് കൂടിയ ഒരു മെഗാമാസ് ചിത്രം തന്നെയാണ് ടർബോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മാസ് ക്യാരക്ടർ ആയിട്ടുള്ള ടർബോ ജോസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു വൺ മാൻ ഷോ, ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാസ് റോളുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്താൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ അത് ഭദ്രമാണെന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ ഒരു ടർബോ എന്ന സിനിമ. തിരക്കഥയുടെ പിൻബലത്തിൽ വൈശാഖിന്റെ മികച്ച സംവിധാനം, എന്തൊക്കെ ഈ ഒരു സിനിമയ്ക്ക് ഏതൊക്കെ ഭാഗത്ത് വേണം അതെല്ലാം അതത് ഭാഗത്ത് വെച്ചുകൊണ്ട് വളരെ ഗംഭീരമാക്കിയിട്ടുള്ള ഒരു മേക്കിംഗ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ആക്ഷൻ സിനിമ എന്നുള്ള ലെവലിൽ തന്നെയാണ് ഈ ഒരു സിനിമ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ മുന്നിലേക്ക് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഈ സിനിമ എന്തായാലും ആ ദിവസങ്ങളിൽ കാണാൻ പോകുക. അതുകൊണ്ട് ആക്ഷനും വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. വളരെ നന്നായി ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടൂ. കാരണം അത്രയും ആകാംക്ഷ വെച്ചിട്ട് ഒരു വലിയ ആക്ഷൻ സിനിമ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു ആക്ഷൻ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഭാഗം ഫീനിക്സ് പ്രഭു എന്ന് പറയുന്ന ആക്ഷൻ ഡയറക്ടർ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പൗരുഷത്തിന്റെ പ്രതീകമായിട്ടുള്ള ഈ ഒരു മമ്മൂട്ടിയെ ഒരു മാസ് റോൾ കൊടുത്തിട്ട് അതിൽ ആക്ഷൻ കുത്തി നിറച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു 72 വയസ്സായ ഒരു നായക നടനാണ് ഈ ആക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചെന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഒരു 40 വയസ്സുള്ള മമ്മൂട്ടിയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഗംഭീര ആക്ഷനാണ് ഈ ഒരു സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഫീനിക്സ് പ്രഭു ഈ ഒരു സിനിമയിൽ മമ്മൂട്ടിയെ മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു വണ്ടി പ്രാന്തനാന്നുള്ളത് എല്ലാവർക്കും അറിയാം. വണ്ടി എന്നുള്ള പറയുന്ന ഒരു ക്രേസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അവിടെയും നമുക്ക് മമ്മൂട്ടിക്ക് വേണ്ട രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ അജിത്തിന് റേസിംഗ് കാര്യങ്ങളൊക്കെ സിനിമയിൽ ചെയ്തു വെക്കുന്നു. അതേപോലെ തന്നെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ ഈ ഒരു സിനിമ കാണാൻ പോയിട്ട് കൂവാൻ വേണ്ടി പോയ ആളാണെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവന് കൂവാനുള്ള ഇടവരില്ല. കാരണം അവനെ കൊണ്ട് കൈയടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് സിനിമ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ സിനിമയുടെ BGM വർക്കാണ്. ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ തരത്തിലുള്ള BGM കാര്യങ്ങളും ആഡ് ചെയ്യണം, എന്തൊക്കെ തരത്തിലുള്ള BGM പ്ലേസ് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ക്രിസ്റ്റോ സേവിയർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്റ്റോ സേവിയറിനെയും അതുപോലെ തന്നെ നമ്മുടെ ഫീനിക്സ് പ്രഭുവിനെയും വൈശാഖ് ഈ സിനിമയിൽ നിയോഗിച്ചത് എന്തിനാന്നുള്ളത് ഈ സിനിമ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമ കണ്ടിറങ്ങിയ ആളോട് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം എടുത്തു പറയുക ഈ സിനിമ നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം, മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് പറയണമെങ്കിൽ അതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഈ ഒരു സിനിമയുടെ BGM തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അവരുടെ റോളുകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് കന്നഡ താരമായിട്ടുള്ള രാജ്വി ഷെട്ടിയുടെ വില്ലൻ കഥാപാത്രമാണ് വെട്രിവേൽ ഷൺമുഖസുന്ദരി എന്ന് പറയുന്ന കഥാപാത്രം. ആ ഒരു കഥാപാത്രം കണ്ട ആളുകൾക്ക് അറിയാം മലയാളത്തിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇപ്പം നിലവിലില്ല എന്നുള്ളത്. കാരണം അതുകൊണ്ട് തന്നെയാണ് കന്നഡയിൽ നിന്ന് അതുപോലൊരു താരത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ സിനിമയിൽ അഭിനയിച്ച ആളുകളൊക്കെ അവരുടെ ഭാഗം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥ എന്ന് പറയുന്നത് നായകന് വേണ്ടപ്പെട്ട ആളുകൾ ഒരു പ്രശ്നത്തിൽ പോയി അറിയാതെപ്പെടുകയും ആ പ്രശ്നം പിന്നീട് വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്യുകയാണ്. അതിൽ നിന്ന് നായകൻ ഇവരെ രക്ഷിക്കുന്നതാണ് കഥ പറയുന്നത്. ഒരു മാസ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു രക്ഷക റോളായിരിക്കും നായകൻ്റെത്. അത് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരുപാട് വലിയ കഥയും അതുപോലെ തന്നെ ഒരുപാട് ലോജിക്ക് നോക്കുന്ന ആളുകൾ സിനിമയ്ക്ക് പോകണമെന്നില്ല. അവർക്ക് ഒരു പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു മാസ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള നല്ല തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പരമാവധി ശ്രമിക്കുക. എന്തായാലും ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ചില്ലറ പണിയൊന്നല്ല ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. മാസ് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തിയേറ്ററിൽ പോയിട്ട് കാണണം, കാണാതിരിക്കരുത്. ഫോണിലോ TVയിലോ കണ്ട ഒരു പക്ഷേ ഈ ഒരു ത്രില്ല്, ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.